ബലാക്കോട്ട് പ്രത്യാക്രമണത്തിൽ 250 ഭീകരരെ വധിച്ചെന്ന് ബിജെപി അധ്യക്ഷൻ അമിത് ഷാ. പുൽവാമ ഭീകരാക്രമണം നടന്ന് 13-ാം ദിവസം 250 തീവ്രവാദികളെ കൊലപ്പെടുത്തിയെന്നാണ് അമിത് ഷാ പറയുന്നത്. ഇതുവരെ ഇന്ത്യ മരിച്ച ഭീകരരുടെ കണക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് അമിത് ഷാ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. നേരത്തെ ബലാക്കോട്ട് ആക്രമണത്തെയും പുൽവാമ ഭീകരാക്രമണത്തെയും രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരുന്നു. ബലാക്കോട്ട് പ്രത്യാക്രമണത്തിന് തെളിവ് ചോദിക്കുന്നതിലൂടെ പ്രതിപക്ഷം സായുധ സേനയുടെ ആത്മവീര്യം തകർക്കുകയാണെന്നാണ് മോദിയുടെ ആരോപണം. കേന്ദ്രമന്ത്രി അലുവാലിയയാകട്ടെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് ബലാക്കോട്ടിൽ 300 തീവ്രവാദികൾ മരിച്ചെന്ന് നരേന്ദ്രമോദിയോ BJP നേതാക്കളോ നിങ്ങളോട് പറഞ്ഞോ എന്നാണ്. ഭീകരതയ്ക്ക് കൃത്യമായ മറുപടി നൽകുകയായിരുന്നു ഉദ്ദേശമെന്നും യഥാർത്ഥത്തിൽ മരണം എത്രയെന്ന് അന്വേഷിക്കുകയാണെന്നുമാണ് അലുവാലിയ പറഞ്ഞത്. അഹമ്മദാബാദിൽ നടന്ന ലക്ഷ്യജീതോ എന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിലാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടായ ഭീകരാക്രമണങ്ങൾക്ക് ഇന്ത്യ ശക്തമായ മറുപടി നൽകിയെന്ന് അമിത് ഷാ പറഞ്ഞത്. ഉറി ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിൽ കയറി മിന്നലാക്രമണം നടത്തി. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം മിന്നലാക്രമണം ഉണ്ടാകില്ലെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ പാകിസ്ഥാനിൽ കയറി ഇന്ത്യ വ്യോമസേന ബലാക്കോട്ടിൽ 250 ഭീകരരെ വധിച്ചു. ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു വരികയും ചെയ്തു. ഇതാണ് അമിത് ഷായുടെ വാക്കുകൾ. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ശേഷം സായുധ സേനയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ശക്തമായ മറുപടി നൽകിയ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണെന്നും അമിത് ഷാ പറയുന്നു. നേരത്തെ നമ്മുടെ ജവാന്മാരുടെ തലയറുത്തിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ നമ്മുടെ അതിർത്തി കടന്നു വന്ന പാക് വിമാനങ്ങളെ തുരത്തി ഓടിക്കുന്നതിനിടെ പാക് അധീന കാശ്മീരിൽ പെട്ടുപോയ നമ്മുടെ ജവാനെ 30 മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചു കിട്ടിയെന്നും അമിത് ഷാ പറയുന്നു. ഇതിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ രംഗത്ത് വന്നു കഴിഞ്ഞു. എയർ വൈസ് മാർഷൽ RJE കപൂർ തന്നെ കൊല്ലപ്പെട്ട ഭീകരരുടെ കണക്ക് പറയാനാകില്ലെന്ന് പറയുമ്പോൾ അമിത് ഷായ്ക്ക് മാത്രം ഈ കണക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരി ചോദിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.